തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സർക്കാരിനോടുള്ള എതിർപ്പല്ല, മറ്റ് ഘടകങ്ങളാണ് ഫലത്തെ സ്വാധീനിച്ചതെന്നും യോഗത്തിൽ വിലയിരുത്തൽ. എതിർപ്പുകളെ മറികടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ അനുസരിച്ച് വലിയൊരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, ജനങ്ങൾക്ക് സർക്കാരിനോട് അങ്ങനെ വെറുപ്പൊന്നുമില്ല. പക്ഷേ മറ്റു ചില ഘടകങ്ങൾ, അപ്പോൾ ഈ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? ആ ഘടകങ്ങളിൽ ഒരു പരിഹാരം കാണേണ്ടവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ളത്, അത് എത്രത്തോളം പാർട്ടിക്ക് സാധ്യമാകും? മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ക്രിസ്റ്റീന, ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തിയ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്നാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി പരിഗണിക്കാവുന്ന വോട്ടുകൾ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയും നേടാൻ LDFന് കഴിഞ്ഞു എന്നതാണ് CPIM സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെ 7 ജില്ലകളിൽ പകുതി ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തിൽ ഭരണം പിടിക്കുമ്പോൾ ഏതാണ്ട് 68 സീറ്റുകളുടെ മുൻതൂക്കം നിയമസഭാ തലത്തിൽ നോക്കുമ്പോൾ, മണ്ഡലം അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ LDFനുണ്ട്. അതുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുന്ന പ്രവണതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് തോൽവിക്ക് കാരണമായ ഘടകങ്ങളായി CPIM ചൂണ്ടിക്കാണിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDFും BJPയും നടത്തിയ പ്രചരണം ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ആഴവും പരപ്പും എത്രയാണെന്ന കാര്യം വിശദമായി പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളുമായി കൂട്ടുചേർന്ന് UDF അത്തരത്തിൽ വോട്ടുകൾ ധ്രുവീകരിക്കാൻ ശ്രമിച്ചു എന്ന വിമർശനവും CPIM മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിന് ഉപരിയായി ഈ ഘടകങ്ങളാണ് വോട്ടെടുപ്പിനെ സ്വാധീനിച്ചതെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. എന്നാൽ ഇത് എത്രത്തോളം വസ്തുനിഷ്ഠമാണ്, ഇത് എത്രത്തോളം വസ്തുതാപരമാണ് എന്ന കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു തിരിച്ചടി, അത് മറികടന്ന വലിയൊരു വിജയത്തിലേക്കാണ് കോൺഗ്രസ് ഇത്തവണ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള ചില കാര്യങ്ങൾ രാജ്യവ്യാപകമായി ചർച്ചയിലേക്ക് കൊണ്ടുവരിക, അത് രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഘടകമായി കൊണ്ടുവരിക എന്നതൊക്കെ പ്രതിപക്ഷത്തിന്റെ ഒരു അജണ്ടയായിട്ട് തന്നെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഒരു തിരിച്ചുവരവിന് എത്രത്തോളം തയ്യാറെടുപ്പുകൾ പാർട്ടി നടത്തുമെന്ന കാര്യമൊക്കെ ചർച്ചയായോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങാനുള്ള തീരുമാനമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളത്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ പിന്നീട് അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സംഘടനാപരമായും രാഷ്ട്രീയപരമായ ഒരുക്കങ്ങളിൽ വ്യാപൃതരാകണമെന്ന തീരുമാനമുണ്ട്. നാളെ LDF യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10:30 ചേർന്ന LDF യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിന് പുറമെ ഇനി വരാനിരിക്കുന്ന പദ്ധതികളും മറ്റ് രാഷ്ട്രീയമായ ഒരുക്കങ്ങളും സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇനി ഏതാണ്ട് 5 മാസക്കാലത്തിന് ഇടയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ സർക്കാരിന് ഇനി 2-3 മാസം മാത്രമാണ് ഈ സ്വതന്ത്രമായി പെരുമാറ്റച്ചട്ടത്തിൻ്റെ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ കിട്ടുന്നത്. ആ ഘട്ടത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായ അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തി ഇപ്പോൾ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന തീരുമാനമുണ്ട്. ഒപ്പം തന്നെ സംഘടനാപരമായ പോരായ്മകളോ മറ്റ് ദൗർബല്യങ്ങളോ എവിടെയൊക്കെയാണ് ഉണ്ടായത് അതെല്ലാം മുതിർന്ന നേതാക്കളെത്തി പരിശോധിച്ച് അതിനുള്ള പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന ധാരണയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 4 മണിക്ക് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു നിഗമനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. ക്രിസ്റ്റീന, പാർട്ടിക്കുള്ളിൽ വിവിധ അംഗങ്ങൾ അവര് പ്രകടിപ്പിച്ച ചില ആശയങ്ങൾ ഉണ്ടാകുമല്ലോ, അവരുടേതായിട്ടുള്ള എന്തുകൊണ്ട് ഈ തോൽവി എന്നത് ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും വിലയിരുത്തലുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഏത് രീതിയിലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിഫലിച്ചത്? ക്രിസ്റ്റീന, പൊതുവിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്താനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എല്ലാ അംഗങ്ങൾക്കും താല്പര്യം. മറിച്ച് അഭിപ്രായമുള്ളവർ പോലും ഈ പൊതു അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന കാര്യത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന് ഇടയാക്കിയത് പാർട്ടിയുടെ തന്നെ ഒരു പ്രതികരണങ്ങളും മറ്റും ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ എന്ന തരത്തിലുള്ള ചർച്ചകളുമുണ്ട്. ഉദാഹരണത്തിന് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം
വിമർശനം മുസ്ലിം സമുദായത്തിന് ആകെ എതിരെയുള്ള വിമർശനമാണെന്ന് കണക്കിലെടുക്കുകയും ഒരു ഇടത് ഹിന്ദുത്വ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾക്ക് സമൂഹത്തിൽ ഇടയാക്കിയിട്ടുണ്ടോ എന്ന ആശങ്കയുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പോലെ ആളുകൾ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇടത് ഹിന്ദുത്വ ഒരു ചർച്ചയായോ എന്ന തരത്തിലുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും അകലാനിടയാക്കിയ കാരണങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച പറ്റിയൊക്കെ വിമർശനപരമായ നിലപാടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി വിഷയം ഒരു ഓവർപ്ലേഡ് ആയതിൻ്റെ ഫലമാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള ചർച്ചകളും സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി. എന്നാൽ സർക്കാരിനെതിരായ വികാരം കാര്യമായി പ്രകടമല്ല എന്നത് തന്നെയാണ് പൊതു അഭിപ്രായം. അത് ഈ പാർട്ടി നേതൃത്വം അങ്ങനെ കാണുന്നെങ്കിലും അവർക്കത് സമ്മതിക്കാൻ ചില ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സമ്മതിക്കാൻ ചില വൈഷമ്യങ്ങളുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടപ്പോഴും അവർ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോഴും ഇല്ല എന്ന് പറയാനാണ് നേതാക്കൾക്ക് ഇഷ്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.